ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മദർ ആൻഡ് ചൈൽഡ് വേൾഡ് ജേണി എന്ന് പറഞ്ഞ നമ്മുടെ സ്വന്തം ഫാമിലിയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ ഡൗട്ട്സും അതിനുള്ള ഉത്തരങ്ങളും തന്നെയാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇതുപോലുള്ള ഡൗട്ട്സ് ഒരുപാട് പേർക്ക് കാണും, പക്ഷേ അവർക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൻ്റെ അടിയിൽ വന്ന് മെൻഷൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് കാണും. അപ്പോൾ അവർക്ക് കൂടി മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക, അവർക്ക് കൂടി ഉപകാരപ്പെട്ടോട്ടെ. അപ്പോൾ വേഗം ഒട്ടും തന്നെ ഡിലേ ഇല്ലാതെ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ചോദ്യമാണ്, വലിയ ഇല ചെറിയ 2 പീസ് കഴിച്ചു 2 ഡേ അടുപ്പിച്ച് ഞാൻ 16 വീക്ക് പ്രഗ്നന്റ് ആണ്, കുഞ്ഞിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുമോ? അപ്പോൾ വലിയ ഇല പ്രഗ്നൻസിയിൽ കഴിക്കരുതെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, വലിയ ഇല ഹൈ മെർക്കുറി കണ്ടന്റ് ഉണ്ട്. അപ്പോൾ ഹൈ മെർക്കുറി കണ്ടന്റ് പ്രഗ്നൻസിയിൽ അത്ര നല്ലതല്ല. അപ്പോൾ വലിയ ഇല 2 ചെറിയ പീസ് കഴിച്ചു എന്ന് പറഞ്ഞ് പ്രോബ്ലം ഇല്ല, വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ വറിയാണ്ട് യാതൊരു കാര്യവും ഇല്ല. ഇനിയും പ്രഗ്നൻസിയിൽ ഫിഷ് ചൂസ് ചെയ്യുമ്പോൾ ഫിഷ് എന്തായാലും കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ലോ മെർക്കുറി കണ്ടന്റ് ഉള്ള ഫിഷ് വേണം നമ്മൾ പ്രഗ്നൻസിയിൽ കഴിക്കാനായിട്ട്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അടുത്ത ചോദ്യമാണ്, ഞാൻ 6 വീക്ക് പ്രഗ്നന്റ് ആണ്, സ്കാനിങ് നോർമൽ ആയിരുന്നു, ബട്ട് ഇന്ന് ചെറുതായിട്ട് ബ്ലീഡിങ്, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? അപ്പോൾ ബ്ലീഡിങ് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമേ അല്ല, അത് ഡോക്ടറെ കാണിക്കേണ്ടി വരും. ഡോക്ടറെ കാണിച്ച് ഒന്നുകൂടെ സ്കാനിങ് എടുക്കേണ്ടി വരും. പ്രഗ്നൻസി സപ്പോർട്ട് മെഡിസിൻസ് ഉണ്ട്, അത് നമുക്ക് കഴിക്കേണ്ടി വരും. അതുപോലെ തന്നെ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള മെഡിസിൻസും അവൈലബിൾ ആണ്, അതും എടുക്കേണ്ടി വരും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഡോക്ടറെ കാണിക്കുക. അടുത്ത ചോദ്യമാണ്, ഹലോ, എനിക്കിന്ന് 3rd മന്ത് സ്കാനിങ് ചെയ്തു, ഹാർട്ട് ബീറ്റ് കുറവാണ് എന്ന് പറഞ്ഞു, 116 ഉള്ളൂ എന്ന്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? അപ്പോൾ ഹാർട്ട് ബീറ്റ് കുറയുന്ന കണ്ടീഷനെ നമ്മൾ ഫീറ്റൽ ബ്രഡികാർഡിയ എന്നാണ് പറയുന്നത്. ഒരു പ്രാവശ്യം സോണോഗ്രഫി ചെയ്ത് നോക്കിക്കൊണ്ട് നമുക്ക് ഫീറ്റൽ ബ്രഡികാർഡിയ ആണോ എന്ന് കൺഫേം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ, സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഡയറ്റ് കഴിക്കുക, ഫോളിക് ആസിഡിൻ്റെ ടാബ്ലറ്റ് എടുക്കുക. ഇത്രയും ചെയ്തതിന് ശേഷം ഡോക്ടർ പറഞ്ഞ പോലെ ഒരാഴ്ചയോ 2 ആഴ്ചയ്ക്ക് ശേഷമോ പിന്നെയും സോണോഗ്രഫി ചെയ്ത് നോക്കുക. ഹാർട്ട് ബീറ്റ് എന്തായാലും കറക്റ്റ് ആകും. ഇനി ഹാർട്ട് ബീറ്റ് അന്നേരം കറക്റ്റ് ആയിട്ടില്ല എങ്കിൽ അന്നേരം എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അടുത്ത ചോദ്യമാണ്, 21 വീക്സ് ആയി, സ്കാനിങ്ങിൽ ലോ ലൈൻ പ്ലാസിന്റെ എന്നാണ് കാണുന്നത്, ബ്ലീഡിംഗ് ഒന്നുമില്ല, നല്ല പെയിൻ ഉണ്ട്, ഡോക്ടർ ഗ്യാസ് പ്രോബ്ലം ആണെന്ന് പറഞ്ഞു മെഡിസിൻ തന്നു, വീട്ടിൽ എല്ലാ ജോലിയും ഞാനാണ് ചെയ്യുന്നത്, കുഴപ്പമുണ്ടോ മാം? അപ്പോൾ നമ്മൾ അധികം ജോലി ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം ലോ ലൈൻ പ്ലാസിന്റെ ആയതുകൊണ്ട് തന്നെ ബ്ലീഡിംഗ് ആകാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് റെസ്റ്റ് തന്നെയാണ് ബെറ്റർ. ബെഡ് റെസ്റ്റ് എടുക്കുന്നത് നല്ലത് തന്നെയാണ്. പെയിനിന്റെ കാരണം ഡോക്ടർ ചെക്ക് ചെയ്ത് ഗ്യാസ് പ്രോബ്ലം ആണെന്ന് പറഞ്ഞതുകൊണ്ട് അത് ഓക്കെ. ഇല്ല, കൂടുതലായിട്ട് എന്തെങ്കിലും പെയിൻ ഉണ്ടാവുന്നുണ്ട് എങ്കിൽ അപ്പോഴും എമർജൻസി ആയിട്ട് ഡോക്ടറെ കാണിക്കുക. ബ്ലീഡിങ്ങിന്റെ ചാൻസ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ അനീമിയ പ്രിവെന്റ് ചെയ്യാനായിട്ട് അയൺ റിച്ച് ഫുഡ് എടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ പറഞ്ഞ ഡേറ്റിൽ കറക്റ്റായിട്ട് ഓർത്ത് വെച്ച് തന്നെ റിപ്പീറ്റ് സ്കാനിങ് ചെയ്ത് നോക്കുക. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും പെയിനോ ബ്ലീഡിങ്ങോ കൂടുതലായിട്ട് വന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും എമർജൻസി ആയിട്ട് ഡോക്ടറെ കാണിക്കുക. അടുത്ത ചോദ്യമാണ്, എനിക്ക് 22-നാണ് പീരീഡ്സ് ആയത്, പിന്നെ നെക്സ്റ്റ് മന്ത് 1-ന് ഓവുലേഷൻ, പിന്നെ എനിക്ക് തലവേദന, ലോവർ ബാക്ക് പെയിൻ ഉണ്ട്, ഇത് പ്രഗ്നൻസി സിംറ്റം ആകുമോ? അപ്പോൾ ലോവർ ബാക്ക് പെയിനും തലവേദനയും പ്രഗ്നൻസി സിംറ്റം ആണോ എന്ന് നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് ഇങ്ങനത്തെ സിംറ്റംസ് ഉണ്ടാവുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമുക്കുണ്ടാവുന്ന ഹോർമോണൽ ഇഷ്യൂസ്, ഹോർമോണൽ വേരിയേഷൻസ് കാരണമാണ്. അപ്പോൾ അങ്ങനെ ഹോർമോണൽ വേരിയേഷൻസ് ഉണ്ടാകുന്നതിൻ്റെ കാരണം പ്രഗ്നൻസി ആണോ എന്ന് കൺഫേം ചെയ്യാനായിട്ട് പീരീഡ്സ് മിസ്സായതിനു ശേഷം beta-HCG ടെസ്റ്റ് ചെയ്ത് നോക്കുക. അത് യൂറിനിൽ വേണേലും ചെയ്യാം, ബ്ലഡ് ടെസ്റ്റ് ആയിട്ടും ചെയ്യാം. അപ്പോൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് കൺഫേം ചെയ്യാവുന്നതാണ്. അടുത്ത ചോദ്യമാണ്, ഐ ആം 23 വീക്സ് പ്രഗ്നന്റ്, ഡെയിലി ബ്രൗൺ ഡിസ്ചാർജ് ഉണ്ട്, മ്യൂക്കസ് പോലെ. അപ്പോൾ ബ്രൗൺ ഡിസ്ചാർജ് ഉണ്ടാവുന്നതിന് പല കാരണങ്ങളുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ചില ബ്രൗൺ ഡിസ്ചാർജ് നോർമൽ ആണ്, കുഴപ്പമൊന്നുമില്ല, ടെൻഷൻ ആകേണ്ട കാര്യമില്ല. പക്ഷേ എന്തായാലും ബ്രൗൺ ഡിസ്ചാർജ് വരുന്നുണ്ടെങ്കിൽ, ഡെയിലി വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കണം. ബ്രൗൺ ഡിസ്ചാർജിൻ്റെ കൂടെ തന്നെ വേറെ എന്തെങ്കിലും പെയിനോ ഇറിറ്റേഷനോ മറ്റു പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എമർജൻസി ആയിട്ട് ഡോക്ടറെ കാണിക്കുക തന്നെ വേണം. അടുത്ത ചോദ്യമാണ്, ഹായ് ചേച്ചി, താങ്ക്സ് ഫോർ യുവർ വീഡിയോ. എൻ്റെ ലാസ്റ്റ് പീരീഡ് ഡേറ്റ് മാർച്ച് 25-നായിരുന്നു. പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഏപ്രിൽ 24 ആയപ്പോൾ ഡാർക്ക് ബ്രൗൺ കളറിൽ ഡിസ്ചാർജ് ഉണ്ടായിരുന്നു, വളരെ ചെറുതായിട്ട്. തൈറോയിഡ് ടാബ്ലറ്റ് എടുക്കുന്നുണ്ട്, 75 mg ആണ്. പ്രഗ്നൻസി ടെസ്റ്റ് നെഗറ്റീവ് കാണിച്ചു, ബ്ലഡ് ടെസ്റ്റ് നെഗറ്റീവ് ആയിരുന്നു.
ഡോക്ടർ പറഞ്ഞു HCG ലെസ് ദാൻ 1 എന്നാണ് പറഞ്ഞത്. ഡോക്ടർ പറഞ്ഞു 1 വീക്ക് കഴിഞ്ഞ് പീരീഡ്സ് ആകുമെന്ന്. ബട്ട് ടിൽ ടുഡേ ആയിട്ടില്ല. 2 വീക്സിന് ശേഷം വീണ്ടും ഇന്ന് ടെസ്റ്റ് ചെയ്തു, നെഗറ്റീവായി. ബട്ട് സ്റ്റിൽ നല്ല ക്ഷീണം ആൻഡ് ബോഡി പെയിൻ, അബ്ഡോമിനൽ പെയിൻ ഉണ്ട്. അന്ന് തന്നെ ഡോക്ടർ അൾട്രാസൗണ്ട് ചെയ്യാൻ പറഞ്ഞു. ബട്ട് ഞങ്ങൾ UK-യിലാണ്. ഇവിടെ ഡേറ്റ് കിട്ടാൻ നല്ല പാടാണ്. ജൂൺ 10-നാണ് അപ്പോയിൻമെന്റ് കിട്ടിയേക്കുന്നത്. എനിക്കിപ്പോൾ പ്രഗ്നൻസി ആകാനുള്ള ചാൻസ് ഉണ്ടാകുമോ? അപ്പോൾ ഇത്രയും നാളായിട്ട് പീരീഡ്സ് വരാത്തത് കൊണ്ട് തന്നെ നമ്മൾ എന്തായാലും ഡോക്ടറെ കാണിക്കേണ്ടതുണ്ട്. ഡോക്ടറെ കാണിച്ച് കറക്റ്റായിട്ട് സ്കാനിങ്ങും മറ്റ് ടെസ്റ്റുകളും ഒക്കെ നടത്തി നോക്കിയാൽ മാത്രമേ നമുക്ക് ഇതിന്റെ റീസൺ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. പ്രഗ്നൻസി ആകാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ്. അടുത്ത ചോദ്യമാണ്, എനിക്ക് പോസിറ്റീവായിട്ട് 11th ഡേ കഴിഞ്ഞാണ് ഡോക്ടറെ കാണിച്ചത്. അന്ന് വജനൽ സ്കാനിങ് ആണ് ചെയ്തത്. അപ്പോൾ പറഞ്ഞു ഗർഭം ആയി വരുന്നേ ഉള്ളൂ എന്ന്. അത് കുഴപ്പമുണ്ടോ? അത് കുഴപ്പമില്ല, നോർമലാണ്. 21-ാം തീയതിയാണ് ഇനി സ്കാനിങ് പറഞ്ഞിട്ടുള്ളത്. അപ്പോഴേക്കും 7 വീക്ക് ആവും. അപ്പോഴേക്കും കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് അറിയാൻ പറ്റുമോ? അപ്പോൾ 7 വീക്ക് ആകുമ്പോഴത്തേക്ക് നെക്സ്റ്റ് സ്കാനിങ്ങിൽ ഇനി എന്തായാലും കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് അറിയാൻ സാധിക്കും. ഇതിനെ റിലേറ്റ് ചെയ്ത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അടുത്ത ചോദ്യമാണ്, ഹലോ സിസ്റ്റർ, ഞാൻ IVF ചെയ്തു, ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, ഡോക്ടർ പറഞ്ഞു നെഗറ്റീവ് ആണെന്ന്. 1 വീക്ക് ആയപ്പോൾ ബ്ലീഡിംഗ് ആയി, സോ ഇപ്പോൾ സ്റ്റൊമക് പെയിൻ ആണ്. അപ്പോൾ IVF ചെയ്തതിന് ശേഷം വളരെ ലൈറ്റ് ആയിട്ട് മാത്രമേ സ്റ്റൊമക് പെയിൻ ഉള്ളൂ എങ്കിൽ അത് നോർമലാണ്. പേടിക്കേണ്ട ആവശ്യം ഒന്നും തന്നെ ഇല്ല. നമ്മൾ യൂസ് ചെയ്ത മെഡിക്കേഷൻസ് കാരണമാണ് അങ്ങനെ ഉണ്ടാവുന്നത്. നല്ലതായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റൊമക് പെയിൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കേണ്ടതുണ്ട്. അടുത്ത ചോദ്യമാണ്, ചേച്ചി മോഡറേറ്റ് ക്വാളിറ്റി വിത്ത് 8 സെൽസ് അറ്റ് ഡേ 3 നല്ലതാണോ അതോ പുവർ ക്വാളിറ്റി ആണോ? അപ്പോൾ പുവർ ക്വാളിറ്റി അല്ല. ഈ എംബ്രിയോസ് വെച്ച് IVF സക്സസ് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എംബ്രിയോ ഗ്രേഡിങ്ങിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡെഡിക്കേറ്റഡ് വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് എല്ലാം തന്നെ മനസ്സിലാകും. അടുത്ത ചോദ്യമാണ്, പ്രഗ്നന്റ് ആയാൽ ബ്രസ്റ്റ് പെയിൻ എന്തായാലും ഉണ്ടാവുമോ? എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ പ്രഗ്നൻസിയിൽ ബ്രസ്റ്റ് പെയിൻ ഉണ്ടാവണം എന്ന് യാതൊരു കമ്പൽസറിയും ഇല്ല. ബ്രസ്റ്റ് പെയിൻ ഇല്ലാതെയും പ്രഗ്നൻസി ആകാൻ സാധിക്കും. അത് നോർമൽ തന്നെയാണ്. അപ്പോൾ പ്രഗ്നൻസിയിൽ ഓരോരുത്തർക്കും സിംറ്റംസ് ഉണ്ടാവുന്നതും ഉണ്ടാവാതിരിക്കുന്നതും അതൊക്കെ വ്യത്യാസപ്പെട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് സിംറ്റംസ് ഉണ്ടെന്ന് ഓർത്തും നിങ്ങൾ ടെൻഷൻ ആകേണ്ട കാര്യമില്ല. സിംറ്റംസ് ഇല്ല എന്നോർത്തും ടെൻഷൻ ആകേണ്ട കാര്യമില്ല. രണ്ടും നോർമൽ തന്നെയാണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം ഒന്ന് ഓർമ്മിപ്പിച്ചോട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സും മറ്റും കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും എന്തായാലും റിപ്ലൈ തന്നിരിക്കും. അതുപോലെ തന്നെ പേഴ്സണലി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഷെയർ ചെയ്യാനുണ്ടെങ്കിലോ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടെങ്കിലോ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിലൂടെ ഷെയർ ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ എങ്ങനെയാണ് ലഭിക്കുന്നതെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാനിവിടെ സ്ക്രീനിൽ തന്നെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് വാട്സപ്പ് നമ്പർ എടുത്ത് അതിനകത്തോട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. എന്തായാലും അവിടെയും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ, ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് ആരും മറക്കരുത്. അപ്പോൾ മാത്രമാണ് ഡെയിലി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരികയുള്ളൂ. അടുത്ത ചോദ്യമാണ്, 113 HCG നോർമൽ ആണോ? April 4-നാണ് ലാസ്റ്റ് LMP. അപ്പോൾ 113 HCG നോർമൽ ആണ്, പോസിറ്റീവ് ആണ്. കോൺഗ്രാറ്റ്സ്. അപ്പോൾ എത്രയും വേഗം തന്നെ ഡോക്ടറെ കാണിക്കുക. അടുത്ത ചോദ്യമാണ്, ബ്ലാസ്റ്റോസിസ്, കാവിറ്റേറ്റിംഗ് മോർല എന്നീ 2 എംബ്രിയോസ് ആണ് ട്രാൻസ്ഫർ ചെയ്തത്. 2 വീക്ക് HCG ലെവൽ 3800. ട്രിപ്ലെറ്റ്സ് ആകാൻ സാധ്യതയുണ്ടോ ചേച്ചി? അപ്പോൾ HCG ലെവൽ വെച്ചിട്ട് നമുക്ക് ട്രിപ്ലെറ്റ്സ് ആണോ ട്വിൻസ് ആണോ എന്ന് കൺഫേം ആയിട്ട് പറയാൻ സാധിക്കുകയില്ല. ട്വിൻസ് ആണോ ട്രിപ്ലെറ്റ്സ് ആണോ എന്ന് കൺഫേം ആയിട്ട് പറയണമെങ്കിൽ സ്കാനിങ് ചെയ്ത് നോക്കിയിട്ട് സ്കാനിങ് റിപ്പോർട്ട് വെച്ചിട്ട് മാത്രമേ നമുക്ക് അത് സാധിക്കുകയുള്ളൂ. HCG ലെവൽ വെച്ചിട്ട് നമുക്ക് ഒരു ഊഹം മാത്രമേ ലഭിക്കുകയുള്ളൂ. ബട്ട് കൺഫേം ചെയ്യണമെങ്കിൽ നമുക്ക് എന്തായാലും സ്കാനിങ് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. HCG ലെവൽ ഒരുപാട് ഹൈ ആണ് എങ്കിൽ ട്വിൻസ് ആകാം, ട്രിപ്ലെറ്റ്സ് ആകാം. അതൊരു സാധ്യത മാത്രമാണ്, കൺഫർമേഷൻ അല്ല. അടുത്ത ചോദ്യമാണ്, ചേച്ചി എനിക്ക് പ്രൊലാക്റ്റിൻ 35.6 ആണ്, ഇത് നോർമൽ ആണ്? നോർമൽ അല്ല, സ്ലൈറ്റ് ആയിട്ട് കുറച്ച് കൂടുതലാണ്. അപ്പം പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പ്രൊലാക്റ്റിൻ കുറയാനുള്ള ടിപ്സ് നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ആ ടിപ്സൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. ഡോക്ടറെ കാണിച്ചിട്ട് മെഡിസിൻ എടുക്കണമെങ്കിൽ മെഡിസിനും കൂടി എടുക്കുക. അപ്പോൾ പ്രൊലാക്റ്റിൻ തനിയെ കുറഞ്ഞോളും. ടെൻഷൻ ആകേണ്ട കാര്യം ഒന്നും തന്നെ ഇല്ല. അടുത്ത ചോദ്യമാണ്, ഹായ് മാം, ഞാൻ നിങ്ങളുടെ എല്ലാ വീഡിയോസും കാണാറുണ്ട്. ഞങ്ങളെപ്പോലെ കുട്ടികളുടെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായ കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. താങ്ക് യു. പിന്നെ മാം, മൈ റിക്വസ്റ്റ് ആണ്, ഞാൻ IVF
ചെയ്യാനുള്ള പ്രിപ്പറേഷൻ ആണ്. ഏജ് 43, ലേറ്റ് മാരേജ് ബട്ട് എൻഡോമെട്രിയൽ തിക്നെസ് കുറവാണ്. ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്. 2 ടൈം സ്കാനിങ് എടുത്തപ്പോൾ 7-5 എന്നിങ്ങനെയാണ്. അതുകൊണ്ട് IVF ഇഞ്ചക്ഷൻ ഡിലേഡ് ആകുന്നു. എൻഡോമെട്രിയൽ പ്രോബ്ലം ഉണ്ടായിരുന്നു, ബട്ട് ഇപ്പോൾ പ്രോബ്ലം ഒന്നുമില്ല. പ്ലീസ് തിക്നെസ് കൂട്ടാനുള്ള വീഡിയോ പ്ലീസ് ഇടാമോ? എൻഡോമെട്രിയൽ തിക്നെസ് കൂട്ടാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം. ആദ്യത്തെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ് ഫ്രീ ആയിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. അതിനായിട്ട് മെഡിറ്റേഷൻ, യോഗ, മ്യൂസിക്, എക്സസൈസ് ഒക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഡയറ്റിൽ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, കളർഫുൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാൻ പ്രത്യേകം ശ്രമിക്കുക. അതിനകത്ത് മെയിൻ ആയിട്ട് എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടതെന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇപ്പൊ പറഞ്ഞു തരാം. എൻഡോമെട്രിയൽ തിക്നെസ് നാച്ചുറലി കൂട്ടാനായിട്ട് സ്പിനാച്ച്, ബെറീസ്, ക്യാപ്സിക്കം, ബീട്രൂട്ട്, ക്യാരറ്റ്, ബീൻസ്, ലെഗ്യൂംസ്, ഹോൾ ഗ്രെയിൻസ്, നട്ട്സ്, സീഡ്സ്, ഫിഷ്, മിൽക്ക് പ്രൊഡക്ട്സ് ഇതെല്ലാം ഡയറ്റിൽ ആഡ് ചെയ്യുക. ലോഡോസ് വൈറ്റമിൻ ഇ സപ്ലിമെന്റേഷൻ യൂട്രൈൻ ബ്ലഡ് ഫ്ലോ കൂട്ടാനായിട്ടും അതുമൂലം എൻഡോമെട്രിയൽ തിക്നെസ് കറക്റ്റ് ആക്കാനായിട്ട് നല്ലതാണ് എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. അപ്പൊ അതുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ചോദ്യമാണ്, എനിക്ക് എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞ് 14 ദിവസം കഴിഞ്ഞ് HCG ലെവൽ 2400, 48 hours കഴിഞ്ഞ് ചെക്ക് ചെയ്തപ്പോൾ 6789. ഇത് നോർമൽ ആണോ? അപ്പോൾ വളരെ വളരെ നോർമൽ ആണ്, പോസിറ്റീവ് ആണ്. കോൺഗ്രാറ്റ്സ്, ഡോക്ടറെ കാണിക്കുക. സ്കാനിങ് ചെയ്ത് നോക്കേണ്ട ഡേറ്റിൽ തന്നെ സ്കാനിങ് ചെയ്ത് ഹേർട്ട് ബീറ്റ് ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. അടുത്ത ചോദ്യമാണ്, എന്റെ മോൾക്ക് 40 days ആയി പൊക്കിൾ പൊങ്ങിയാണ് ഇരിക്കുന്നത്. കുട്ടി സ്ട്രെയിൻ എടുക്കുമ്പോൾ അത് നല്ലവണ്ണം പൊങ്ങി നിൽക്കുന്നുണ്ട്. അതിന് എന്താ ചെയ്യുക? അത് കുഞ്ഞിന് വേദന ഉണ്ടാവുമോ? അപ്പം വേദനയൊന്നും കാണില്ല, പേടിക്കേണ്ട ആവശ്യമില്ല. വേദനയൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് കരയും. പാല് കൊടുത്താലും കുഞ്ഞ് കരച്ചിൽ നിർത്തില്ല. അപ്പൊ അത് വേദന കാണില്ല. കുഞ്ഞങ്ങനെ കരയുന്നില്ല എങ്കിൽ പ്രോബ്ലം ഒന്നും കാണില്ല. പിന്നെ 40 ദിവസമല്ലേ ആയുള്ളൂ. ഇപ്പൊ ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ പ്രത്യേകിച്ച് ഡിസ്ചാർജോ കളർ ചേഞ്ചോ ഒന്നും തന്നെ കാണുന്നില്ല എങ്കിൽ ഇപ്പൊ ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല, തനിയെ അത് മാറിക്കോളൂ. അടുത്ത ചോദ്യമാണ്, സ്പേം ഇൻജെക്ട് ചെയ്യുമല്ലോ 3rd സ്റ്റെപ്പിൽ, അത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരുമോ? അപ്പോൾ ഏത് പാർട്ടിൽ കൂടിയാണ് ഇൻജെക്ട് ചെയ്യുന്നത്? അപ്പോൾ IVFന്റെ ഡീറ്റെയിൽസ് എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പ്രൊസീജിയർ വീഡിയോ നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് IVF ചെയ്യുന്നതെന്ന് ആദ്യം തൊട്ടുള്ള അവസാനം വരെയുള്ള എല്ലാ കാര്യവും ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാകും. അപ്പോൾ ഓരോ വീഡിയോ ആയിട്ടും ചെയ്തിട്ടുണ്ട്, ഒറ്റ വീഡിയോ ആയിട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അടുത്ത ചോദ്യമാണ്, ഹായ് ചേച്ചി, എനിക്ക് 4 month ആയി, എപ്പോഴാണ് ബേബിയുടെ മൂവ്മെന്റ് അറിയാൻ പറ്റുക? അപ്പോൾ 5 month ഒക്കെ ആകുമ്പോൾ ബേബിയുടെ മൂവ്മെന്റ് അറിയാൻ സാധിക്കും. അപ്പൊ ആ ഒരു മൊമെന്റിന് വേണ്ടിയിട്ട് വളരെ എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുകയാണെന്ന് അറിയാം. അപ്പൊ എത്രയും വേഗം തന്നെ ആ ഒരു മൊമെന്റ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ചോദ്യമാണ്, ഹായ് ഡിയർ, PCOD ഉള്ളതുകൊണ്ട് പ്രഗ്നന്റ് ആകാൻ ടാബ്ലറ്റ് കഴിച്ചിരുന്നു. ഇന്ന് 35 days ആയി, പീരീഡ്സ് ആയില്ല. ഇന്ന് കാർഡ് നോക്കി നെഗറ്റീവ് ആണ്. ചാൻസ് ഉണ്ടോ പ്രഗ്നന്റ് ആകാൻ? 6 years ആയി, ഒരു കുഞ്ഞിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ എത്രയും വേഗം തന്നെ ഒരു കുഞ്ഞിനെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പീരീഡ്സ് ആകാത്തത് കൊണ്ട് തന്നെ ബീറ്റ HCG ടെസ്റ്റ് ചെയ്ത് നോക്കി, ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കി പ്രഗ്നന്റ് ആണോ എന്ന് കൺഫേം ചെയ്യുക. അപ്പൊ ഇന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്, ഇത്രയും ഡൗട്ട്സ് ആണ് തിരഞ്ഞെടുത്ത ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ഇനിയും നിങ്ങളുടെ എല്ലാ ഡൗട്ട്സിനും ഉള്ള ഉത്തരം എന്തായാലും നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. അപ്പൊ നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം താഴെ കമന്റ് ചെയ്തിടുക. അപ്പൊ നമ്മുടെ ചാനലിൽ ഇനി അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ഗോഡ്